ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇല്ല ഒന്നും കൂടി ഒന്നുമില്ല. ഹലോ ഗൈസ്, ഹലോ മൈ ഗൈസ്. സൂര്യ അണ്ണനോട് റെട്രോ മൂവി പാത്തിருக்கு. എപ്പിടി ഇരിക്ക പോറെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാൻ ബോയോട് ചോദിക്കാം. സൂര്യ ഫാൻ ബോയോട് ചോദിക്കാം. എപ്പിടി ഇരിക്ക കാർത്തിക് സുബ്ബരാജ് പടം. അങ്ങനെ പറയാതെ സൂര്യ എങ്ങനെ ഇരിക്ക്? സൂര്യ ആസ് യൂഷ്വൽ അടിപൊളി. എല്ലാ സിനിമയിലും ഒരു ലുക്ക് ഉണ്ടാവും. അതാണ് പെർഫോമൻസ് ഒരു രക്ഷയില്ല. ആക്ടിങ് ഒരു ശരിക്കും ഈ സിനിമയിൽ എത്ര അടിയില്ലത്, എത്ര ഫൈറ്റ് എണ്ണി നോക്കണം. നിങ്ങൾ കാണാൻ പോകുന്ന എണ്ണി നോക്കണം എത്ര ഫൈറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു 10 ഫൈറ്റ് ഉണ്ടാവും. 10ന്റെ മേലെ ഉണ്ടാവൂലേ? എല്ലാം ഫൈറ്റ് ആണ്. പക്ഷെ ആ ഫൈറ്റ് ഉണ്ടല്ലോ, ക്യാമറയും ആ എഡിറ്റിംഗ്, ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഒരു 10 മിനിറ്റ് മുകളിൽ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അതൊരു സാധനം. അതില് ഫൈറ്റും ഉണ്ട്, ഡാൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഫൈറ്റ് ഒരു ഇതില്ല, എന്നാലും ആ ക്യാമറന്റെ ഒരു ഇത് ഫൈറ്റ് അങ്ങനെ ഒറ്റ ഷോട്ടിൽ എല്ലാരും ബാക്കിലെ ഡാൻസ് കളിക്കുന്നോ, ആ മറ്റേ ഇല വെക്കുന്ന അയാളും അതിന്റെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു. അതല്ല, അതൊരു ഒന്നാമത് സിംഗിൾ ഷോട്ട് പറഞ്ഞാൽ ഒരു 1-2 ആൾക്കാർ കൂടിയിട്ടില്ല. ആ ഗ്രൂപ്പ് ഡാൻസ് ഇല്ലേ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ഇത് വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ ഒരാളെ തെറ്റിച്ചാ പോയില്ലേ? ഒറ്റ ഷോട്ടില്ല അല്ല അല്ലേ? അതെ, വെട്ട് നടക്കൊറ്റ. അതൊരു സീനാണ് ലാസ്റ്റ് വരുന്നത്. അതൊരു പിന്നെ ഇതില് ആദ്യം തന്നെ ഞെട്ടിച്ച് ആ ഒരു സിംഗിൾ ഷോട്ട് കാരണം. ആദ്യമല്ല, കുറച്ച് കഴിഞ്ഞിട്ടാ വരുന്നത്. കുറച്ചില്ല, അതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്. പിന്നെ ഇതില് മലയാള നടന്മാരും മലയാളത്തിൽ കുറേ ആളുണ്ട്, പകുതി മലയാളികളാണ്. ഇപ്പം അധികം തമിഴ് പടത്തിലും ഉണ്ടാകുന്നത്. എല്ലാരും ആക്ടിങ് നല്ല രസമുണ്ടായില് അല്ലേ? നീ ഏത് പറഞ്ഞ ആ സൂര്യയുടെ ഒരു ആക്ടിങ് പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അത് മറ്റേ ചിരിക്കുന്നു, ഇവൻ ചിരിക്കുന്നു. അത് കണ്ടാലേ അതെല്ലാവർക്കും പറ്റുമെന്നില്ല സാധനം. അതെല്ലാവർക്കും പറ്റും. ബ്രോ ഭയങ്കര ആക്റ്റീവ് അല്ലേ? പടം രക്ഷയുണ്ട്. നമ്മ നോക്കുമ്പോ ഇടുന്ന മറ്റേ എന്റെ സിനിമ ഞാൻ ഡയറക്ടർ അവരൊക്കെ കൊതിച്ചിരിക്കൂലേ നോക്കുമ്പോ ഇത് അങ്ങനെ ഇവനങ്ങനെയാ, നിങ്ങൾ കള്ളതാണ്. ഞാൻ ഇങ്ങനെ പറയും, ആ ഒരു നമ്മളെ ഏതൊരു മലയാളത്തിൽ തിയേറ്ററിൽ സീൻ ഉണ്ടല്ലോ, സലീം കുമാർ, അതേ സാധനം ഞാൻ നോക്കുമ്പോണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ആളിരുന്നിട്ട് നമ്മളെ നോക്കും. സംഭവം ഫാനായോണ്ടാണ്. ഞാൻ പറഞ്ഞു ഈ ഇന്നത്തെ വില്ലൻ എന്തിപ്പോ ഒരു ഗുണവും ഇല്ല, നമുക്ക് കാണുമ്പോ ഫീൽ ഇല്ല. അപ്പൊ അതും ഞാൻ കുറ്റം, അണ്ണനെ ഒരു കുറ്റം പറയണ്ട. ഞാൻ ഭയങ്കര ബാക്കി അമ്മ ഇല്ലല്ലോ പറയുന്നത്. ഞാൻ ഇല്ലത് എനക്ക് തോന്നിയ ഞാൻ എന്ത് ഫാനാന്ന് പറഞ്ഞാൽ ഒരു പടം കണ്ടിട്ട് അത് ഹോണസ്റ്റ് ആയിട്ട് പറയാം. ഞാൻ ഹോണസ്റ്റ് പറയുന്നത്. പക്ഷെ നീ അങ്ങനെ തോന്നിട്ടുണ്ടോ? ഞാൻ ഏതാ മോശം പറഞ്ഞേ? വിളിച്ച് പറഞ്ഞിട്ടില്ലേ എന്തോ ഇതിങ്ങനെയാണ്, എന്തോ ഡിലേ. അതന്നെ ഞാൻ പറഞ്ഞത്, ഇല്ലെന്റെ കാര്യം ഞാൻ പറഞ്ഞത്. വേറെ ഏതോ കാര്യം നീ എന്നോട് പറഞ്ഞേ, വേറെന്തോ പറഞ്ഞേ. എന്നാ മലയാളി ആക്ടർ ജയറാമുണ്ട്, പിന്നെ മറ്റേ ചങ്ങയിലെ മെയിൻ ആയില്ലേ, ആ താടിയില്ലേ, ജോജോ തമ്പി. അതില് വലിയ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ലോ. തുടങ്ങിയിട്ടില്ലേ സിനിമ ഒരു അടിപ്പടാണ്, ഫുൾ ഫൈറ്റ്. ഈടല്ലോ മറ്റേ ജിഗൃതന്റെ ആ സാധനം തോന്നുന്നു, ഇവരും കണ്ടിട്ടാ തോന്നുന്നുണ്ട്. പക്ഷെ ഫൈറ്റ് എന്ന് വെച്ചാൽ അവന്റെ കുറെ ആക്ഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടം. അവൻ കരാട്ട അടിച്ചിട്ടോ, അവൻ കരാട്ട അടിച്ച എന്റെ ചെറുപ്പത്തിൽ അതിലിങ്ങനെ അടിക്കുന്നു. മേക്കിംഗ് എല്ലാം ഭയങ്കരമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ചെയ്ത പേര് സൂര്യ ഫാനാണ്. മ്യൂസിക് ചെയ്ത അതില് ഉണ്ടാ, അവൻ അഭിനയിച്ചിട്ടുണ്ടാ? ആ പാട്ടിലുണ്ടോ? എന്നോട് അറിയണ്ടായി. പക്ഷെ ഭയങ്കര ലെങ്താ, ലാഗ് ഉണ്ട് കുറച്ച്. ഫസ്റ്റ് രസമുണ്ട്, ലാസ്റ്റ് രസമുണ്ട്, അതിന്റെ ഇടയില് ഭയങ്കര ഇപ്പം ഇതന്നെ ഫൈറ്റ് നമ്മ ഒന്ന് കണ്ട അടുത്ത ഫൈറ്റ് അത് ഭയങ്കര ലാഗ് ആയിട്ട് തോന്നുന്നുണ്ട്, കുറെ ലാഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് ലാസ്റ്റിലേക്ക് വരുമ്പോ അത് ഭയങ്കര നമുക്ക്
തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഭയങ്കര ഒരു രസമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ അതായത് ലാസ്റ്റ് മോശമാണെങ്കിൽ രസം ഉണ്ടാവില്ല, ലാസ്റ്റ് കുറച്ച് നല്ലതാകുമ്പോ നമുക്ക് ആ ഒരു തിയേറ്ററിൽ ഇറങ്ങുമ്പോ ഇത് പൊട്ടുന്നില്ലൊരു ഇതായിരുന്നു എന്റെ മൈൻഡിൽ. ഇപ്പൊ എമ്പുരാൻ അങ്ങനെയല്ലേ ഉണ്ടായത്, ലാസ്റ്റ് ആകുമ്പോ നമുക്കൊരു ഇത് കിട്ടാത്തത്. ലാസ്റ്റ് നല്ലതാകുമ്പോ നമുക്ക് തിയേറ്ററിൽ ഇറങ്ങുമ്പോ മുകളിലോട്ട് വേണം. ആ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഡിങ്ങിലാണ് ഇപ്പൊ നിന്നോട് ഒരു പടം എങ്ങനെ ഒരു വലിയ രസമില്ലാന്ന് പറയും. എമ്പുരാൻ ആ ഗ്രാഫ് ആ മുകളിലോട്ട് പോയിട്ടില്ല, അതാ ഒരേ ലെവലിൽ ലാസ്റ്റ് ഒരു ഇതുണ്ടായിട്ടേ ഇല്ല. ലാസ്റ്റ് ഒരു എൻഡിങ് ആണ് സീൻ. എൻഡിങ് എപ്പം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും, അതിനുണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ട്രailer കണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ രസം, ഞാനൊരു ഇൻട്രസ്റ്റ് ഞാൻ വന്നേ. ഇവന് ഏത് പടത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ അവൻ വരാറ്. ഒരു രസം ഇറങ്ങുന്നതിന് മുമ്പേ തുടരും എല്ലാം എല്ലാ പടം ശരിക്കും പറഞ്ഞാണ്ടല്ല, ശരിക്കും പറഞ്ഞാല് ഇവൻ പോസിറ്റീവ് അടിച്ച എല്ലാ പടവും പൊട്ടിയിട്ടുണ്ട്. സത്യമാണ്. ഇത് ഞാൻ പറയാൻ നെഗറ്റീവ് അല്ല, ഇത് നല്ല രസമുണ്ട് പടം. ഇനി മേലാന്ന് പറയാൻ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ട്രailer കാണുന്നില്ല, ഞാൻ ട്രailer കാണാത്ത നീ ഇടക്ക് മുതലേ ട്രailer എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു നോർമൽ പടം, പക്ഷെ അതൊരു സ്റ്റോറി ടെല്ലിംഗ് ടൈമാണ്. ഡയറക്ടർ പറയട്ടെ, സിനിമയെ കുറിച്ച് ഡയറക്ടർ ഇപ്പൊ മറ്റേ ജിഗിർദാന്റെ അടുത്ത് നോക്കിയാലും ആ ഒരു ആ നടുക്കിലൊരു പോർഷൻ എപ്പോ അങ്ങനെ അങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു സമയം ഇവർ ആ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കണ്ടോണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ റിലേറ്റബിൾ, അത് ഇങ്ങനെ ഒരു കഥയായാലും കുറച്ചെല്ലാം അതൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ. ഇതും അങ്ങനത്തെ ഒരു ഐലൻഡ് ബേസ്ഡ് കഥ. അങ്ങനെ എവിടെയോ എനിക്ക് അങ്ങനെ കണക്ഷൻ തോന്നിയിട്ട് പടം. പക്ഷെ എനിക്ക് തോന്നി ഫൈറ്റിന്റെ ഇടക്ക് കുറച്ച് ഫൈറ്റിന്റെ ഇടക്കല്ല ഫൈറ്റ് സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് ലാഗ് ഉണ്ട്. ഇങ്ങനെ സ്റ്റോറി തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ലാഗ് ഉണ്ട്. ഇങ്ങനെ കോ ഡയറക്ടർ വർത്താനം അങ്ങനെയാണ് സൈഡിൽ നിന്നിട്ട് അത് അങ്ങനെയാണ്. ഇവൻ ചെയ്ത സിനിമ പോലെ ഇവൻ പറയുന്നത് ആ കാണുന്നവര് ഇതുവരെ ഇവന്റെ നമ്മളെ റിവ്യൂ കണ്ടതിൽ ഇവൻ ഇതുപോലെ കളിച്ചിട്ടുണ്ടാ ഇല്ല, ഒരിക്കലും ഇല്ല. ഫസ്റ്റ് ഈ സിനിമയുടെ പേരാ കാണിച്ചത് ഫസ്റ്റ് അല്ല, ആ സൂര്യരെ ഒരു സംഭവം കാണിച്ചു. ആ സമയത്ത് ഒരു സൈഡ് മാത്രം ക്ലാപ്പ് അടിക്കുന്നില്ല, അപ്പുറത്തെ സൈഡ് ആ ഫ്രണ്ട് കുറച്ച് അതിനെക്കാട്ടി നല്ല കയ്യടി മറ്റേ ജോജു ജോർജും ജയറാം ഒക്കെ വരുമ്പോ ഞാൻ കണ്ടത്. അത് സംഭവം ഇൻട്രോ വേറെ ഞാൻ പറഞ്ഞില്ല, ആ ഇൻട്രോ പറഞ്ഞ ഒരു ബഗിഡായി മറ്റേ ട്രെയിൻ ഫൈറ്റ് ആവുമ്പോ കഥയൊന്നും പറയാം. രസമുണ്ട്, പക്ഷെ അത് ഓവറാക്കി എല്ലാത്തിലും സൂര്യൻ അപ്പേ ഇൻട്രോ അവര് കാണിച്ചു, അതാണ് ഒരു ഇത് കിട്ടുന്നത്. മലയാളികളായ ജയറാം ജോജു ജോർജ് എല്ലാരും നല്ല അടിപൊളിയാണ്. പക്ഷെ ജയറാം ക്യാരക്ടർ മലയാളിയായിട്ട് നല്ല അഭിനയം, നമ്മളങ്ങനെ ദഹിക്കൂല. അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഇങ്ങനെ നല്ല ക്യാരക്ടറാണ്. അത്ര കോമാളിയാക്കിട്ട് മറ്റേ ഗെയിം ചേഞ്ചറിലാണ് അങ്ങനെ ഒരു വിഷയം ഞാനും കണ്ടിട്ട്. അത് കൊറേ ഇങ്ങനെ കോമാളിന്നല്ല, ക്യാരക്ടർ ഇങ്ങനെയാന്ന് ഇതില് കുറച്ചും കൂടി കൺവിൻസ് ചെയ്തു നമ്മളെ. അല്ല, ഈ ക്യാരക്ടർ എപ്പോഴും ഉണ്ട്, ഇങ്ങനെ വന്ന് പോകുന്നല്ലാന്ന്. ആ കഥക്ക് വേണ്ട ഒരു അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഒരു വലിയൊരു കോമാളി ഇമോഷണലുണ്ട് കുറച്ച് മറ്റേ കാണിക്കുന്നില്ല, അത് നൈസാണ്. മറ്റേ ജോക്കറായിട്ട് വന്നിട്ട് കാണിക്കുന്നത് ഇൻട്രോ സീനാക്കിനെ പുള്ളിയുടെ ഈ ജയറാമിന്റെ അത് ഇതിലുണ്ട് ട്രെയിലറിൽ. മറ്റേ ട്രെയിനിന്റെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് നൈസാണ്. ആ ഇൻട്രോ അത് നൈസാണ്. പടം നല്ല രസമാണ്, നല്ല റോൾ ഉണ്ട്. ഇങ്ങനെ വന്ന് നായികയാന്ന് ഒപ്പരയില് പോകുന്നുണ്ട് ഇവരൊന്നിച്ച്. രസം ബ്യൂട്ടിയാണ്. അത് മേക്കപ്പ് എല്ലാം ഇടക്ക് നല്ലോണം കറുത്തിട്ടുണ്ടാവും, ഇടക്ക് വെളുത്തിട്ടുണ്ടാവും. ഈ ശരിക്കും ഏതാ കളർ എന്ന് തിരിയൂല, അങ്ങനത്തെ സംഭവല്ലേ. ഫസ്റ്റ് അങ്ങനെയാണ്, ഇടക്കിടക്ക് ഉണ്ടാവും ഇത് സാധാ പൂജ അടിച്ച്, പിന്നെ ചില സമയത്ത് ഇരുട്ടാക്കി കളഞ്ഞു, ഡാർക്ക് ഉണ്ട് ചില സമയത്ത്. ഞാൻ പറയുന്നേക്ക് ഫസ്റ്റ് ഇതില് ഇൻട്രോയില് കാണിക്കുന്ന തന്നെ ഒരു ഡാർക്ക് ആയിട്ടാണ്. കുറച്ച് കഴിയുമ്പോ ഉണ്ടാവും ഭയങ്കര ബ്രൈറ്റ്, പിന്നെ ഒരു സമയത്ത് ഇതെന്നാ പിന്നെ ഫുള്ളാക്കാൻ സൂര്യ അങ്ങനെയല്ല ഫസ്റ്റ് ഡാർക്ക് ആയിട്ട് ഉണ്ടായത്. ലാസ്റ്റ് ആകുമ്പോ സൂര്യ എങ്ങനെ ഉണ്ടായത്
പക്ഷെ അവന്റെ ലാസ്റ്റ് ആ ഫൈറ്റ് എല്ലാം വെയിലുണ്ട് അതന്നെ വെയിലുകൊണ്ട് ഫൈറ്റ് ആവാൻ ക്ഷീണായില്ലേ. അങ്ങനെ കുറെ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ആക്കിയതാണെന്ന് അറിയില്ല. പക്ഷെ രസമുണ്ട്. ഞങ്ങക്ക് സൂര്യനില് ഇഷ്ടപ്പെട്ടു. ഞങ്ങക്ക് ബാക്കിയുള്ള സിനിമയിൽ സൂര്യൻ അത്ര ഇതുണ്ടാവില്ല. ഇതെന്താ പറയാ ഇതൊരു അങ്ങനെ കുറെ കൊല്ലയുടെ പടം മറ്റേത് അമ്മീന്റെ എടാ അത് നല്ല പടം നല്ല പടം നല്ല പടം. മെസ്സേജ് കൊടുക്കുന്നത് എപ്പോഴും ഒരു നല്ലൊരു ആക്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, നല്ലൊരു ആക്ടർ പറയുമ്പോൾ ഒരു നല്ലൊരു ഡയറക്ടറിന്റെയും നല്ലൊരു ടെക്നീഷ്യന്റെയും കൈമ കിട്ടിയിട്ട് അവരുടെ കാര്യം. ഇപ്പൊ മോഹൻലാലാണെങ്കിലും തുടരിറങ്ങുമ്പോൾ നമുക്കൊരു ആഘോഷിക്കാൻ പറ്റിയ സാധനം വന്നത്. ഇവന് ഇത്ര ആവേശമില്ലെന്ന് സംഭവം. സൂര്യ ഫാൻ ഞാൻ ഇപ്പൊ സൂര്യഫാനാ പറഞ്ഞത്. അല്ല ഇതിപ്പോ അറിയുന്നത് തിരിയുന്നില്ലേ. നല്ലൊരു എപ്പോഴും നല്ലൊരു പടം ഉണ്ടാവണമെങ്കിൽ അതെപ്പോ ഒരു 10% മാത്രം. എടാ അല്ല ഇത്രയും കൊല്ലായി ഇപ്പൊ ഒരു സക്സസ് ആയിട്ടുള്ള പടം കാണുന്നു. അതൊരു ശരി അല്ല OTT-ൽ ഉണ്ടായിട്ടുണ്ട്. നമ്മ തിയേറ്ററാ പറയുന്നത്. ഇവൻ പറയുന്ന പ്ലെയിൻ അല്ലേ, പ്ലെയിൻ ഉണ്ടാക്കാൻ ആരാ ഫാൻ ബോയ് പ്ലെയിൻ അത് മാത്രമേ ഉള്ളൂ. ജയ് ഭീമില്ലേ, ഞാൻ കണ്ടിട്ടും കൂടി വക്കീലിന് അതിനുള്ള അവാർഡ്. കണ്ടിട്ടല്ലോ. അല്ല ഇത് ഞാൻ സൂര്യ ഫാനാണ്. ഞാൻ തമിഴ് പടം അപ്പൊ ഓക്കെ നമ്മൾ അടുത്ത പടത്തിൽ കാണാം. തമിഴ് പടം അടുത്ത പടത്തിന് guys, ഇവൻ എടാ ബ്ലുപ്പ് അടിച്ചിട്ടില്ല. ബ്ലുപ്പ്